വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു കളിയായിരുന്നു ചാമ്പ്യൻസ് ലീഗിൽ ഇന്നലെ നടന്ന റയൽ മാഡ്രിഡ് വേഴ്സസ് ലിവർപൂൾ. നമ്മുടെ ആൻഫീൽഡിൽ വെച്ച് നടന്ന കളി. ഞാൻ ഒരിക്കലും ഇമാതിരി ഒരു ശോകമുഖമായ കളിയാവും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം റയൽ മാഡ്രിഡാണ് ആൻഫീൽഡിൽ വന്ന് ലിവർപൂളിനെ നേരിടുന്നു. നല്ലൊരു ഫൈറ്റിംഗ് പെർഫോമൻസ് ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു. കഴിഞ്ഞ വർഷം ചാമ്പ്യൻസ് ലീഗിലെ ആൻഫീൽഡിൽ 2 പേര് ഏറ്റുമുട്ടിയപ്പോൾ റയൽ മാഡ്രിഡ് തോറ്റിരുന്നു. പക്ഷെ അന്നത്തെ റയൽ മാഡ്രിഡ് ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് എന്തൊക്കെയോ ഒരു പോരായ്മകളും സംതിങ് അവരുടെ നിലവാരം അപ്പം അത്ര കുറവായിരുന്നു നമുക്കറിയാം. പക്ഷേ ഇപ്രാവശ്യത്തെ റയൽ മാഡ്രിഡ് ടീം സ്ട്രോങ് ആണ് എന്ന് പറഞ്ഞാൽ സാബി അലോൺസോയുടെ കീഴിൽ പുതിയ തന്ത്രങ്ങൾ പയറ്റി അവർ മുന്നോട്ട് കയറി വരുന്നു. കുറച്ച് നാൾ മുമ്പ് നടന്ന എൽ ക്ലാസിക്കോയിൽ റയൽ മാഡ്രിഡിനെ തോൽപ്പിക്കുന്നു. അങ്ങനെയൊക്കെ ഒരു നല്ലൊരു കോൺഫിഡൻസോട് കടന്നു വരുന്ന റയൽ മാഡ്രിഡിൽ നിന്ന് ഇമാതിരി ഒരു പ്രകടനം ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന ഒരു പ്രകടനമായിരുന്നു റയൽ മാഡ്രിഡിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അത് സ്റ്റാർട്ട് നോക്കിയാൽ തന്നെ മനസ്സിലാവും. സ്കോർ 1-0 ആയിരുന്നു. സ്റ്റാർട്ട് നോക്കിയപ്പോൾ 57% ബോൾ പൊസിഷൻ റയൽ മാഡ്രിഡ് ഉണ്ടായിരുന്നു. എന്നിട്ട് അവർക്ക് ആ കൂടി അടിക്കാൻ കഴിഞ്ഞത് 7 ഷോട്ട്. വെറും 7 ഷോട്ടാണ് അവർക്ക് അടിക്കാൻ കഴിഞ്ഞത്. ലിവർപൂൾ ആണെങ്കിൽ 15 ഷോട്ട് അടിച്ചു. ഇനി ഷോട്ട് ഓൺ ടാർഗറ്റിൻ്റെ കാര്യം എടുക്കാതെ റയൽ മാഡ്രിഡ് ആ കൂടി അടിച്ച് 2 ഷോട്ട് ഓൺ ടാർഗറ്റ്. അതിൽ ഒന്നടിച്ച് നമ്മുടെ ബെല്ലിംഗാമാണ്, അത് ഗോളി തടുക്കുകയും ചെയ്തു. കൂടെ ഒന്നും കൂടി അടിച്ചിട്ടുണ്ട്. നേരെ ലിവർപൂളിൻ്റെ ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ ലിവർപൂൾ 10 ഷോട്ട് ഓൺ ടാർഗറ്റ് അടിച്ചത്, 10 എണ്ണം. അതിൽ ഒരെണ്ണം മാത്രമേ വലയ്ക്ക് കയറിയുള്ളൂ. എത്ര എണ്ണം വലയ്ക്ക് കയറേണ്ടതായിരുന്നു? സബോസ്ലായി തന്നെ ഒരു 3-4 അടിച്ചിട്ടുണ്ടാവും. ആ ഗോൾ കീപ്പർ കോട്ടുവാട് പെർഫോമൻസ് ഇല്ലായിരുന്നെങ്കിൽ എത്ര സേവാ ചങ്ങായി നടത്തിയത്. ഹെഡ് ചെയ്തിട്ട് ഗോളാക്കാവുന്നത് സേവ് ചെയ്യുന്നു, പറന്ന് സേവ് ചെയ്യുന്നു. സബോസ്ലായുടെ തന്നെ 2-3 ഷോട്ട് ആൾ സേവ് ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം ഗോളായി എന്ന് പ്രതീക്ഷിച്ചായിരുന്നു, അതും ആൾ തടുത്തിട്ട്. മാതിരി പെർഫോമൻസ് തിയോ കോട്ടോ നടത്തിയില്ലായിരുന്നെങ്കിൽ റയലിൻ്റെ പോസ്റ്റിലേക്ക് 3-4 കയറേണ്ടതായിരുന്നു. അപ്പോൾ പറഞ്ഞു വന്നത് ലിവർപൂൾ ഷോട്ട് ഓൺ ടാർഗറ്റ് 10 എണ്ണം. 57% ബോൾ പൊസിഷൻ ഉണ്ടായിട്ട് പോലും റയൽ മാഡ്രിഡിന് കാഴ്ചവെക്കാൻ പറ്റിയ ഇതാണ്. വളരെ മോശം പെർഫോമൻസാണ് റയൽ മാഡ്രിഡിൻ്റെ ഭാഗത്ത് നിന്ന്. ഞാൻ എത്രയും പ്രതീക്ഷിച്ചില്ല. ഇമാതിരി കളി ഞാൻ റയൽ മാഡ്രിഡിൻ്റെ ഭാഗത്ത് ഞാൻ പ്രതീക്ഷിച്ചു. ഈ റയൽ മാഡ്രിഡിൻ്റെ ഭാഗത്ത്, സാബിയുടെ കീഴിൽ റയൽ മാഡ്രിഡിൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എങ്കിലും ലിവർപൂൾ ഒരു അർഹിച്ച വിജയം തന്നെ. കാരണം അതിനനുസരിച്ച് അവർ പണിയെടുത്തിട്ടുണ്ട്. വിനീഷ്യസിനെ പൂട്ടാൻ പറ്റിയിട്ടുണ്ട്. ബെല്ലിംഗാമിന് കാലിട്ടെന്നല്ല, 1-2 ഒരു ഇത് നടത്തിയിട്ടുണ്ട്. എംബാപ്പേനെ പൂട്ടാൻ പറ്റിയിട്ടുണ്ട്. കളിച്ചിട്ടുണ്ട് വെച്ചാൽ ഒരു ബെല്ലിംഗാം എങ്ങാനും എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയതല്ലാതെ വലിയ കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ഒന്നും റയൽ മാഡ്രിഡിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. പിന്നെ ഗോൾ കീപ്പർ തിയോ കോട്ടുവയുടെ ഭാഗത്ത് നിന്ന് നല്ല സംഭാവന ഉണ്ടായിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇതിനേക്കാൾ ദയനീയമായിരുന്നു എങ്കിലും ലിവർപൂള് അവർ അർഹിച്ച വിജയം കരസ്ഥമാക്കി. 1-0 ആണെങ്കിൽ പോലും അവരുടെ ഇപ്പോഴത്തെ നില കുറച്ച് മോശമാണ്. എന്നിരുന്നാൽ പോലും അവർ ആൻഫീൽഡിൽ അവരുടേതായ ഒരു സ്റ്റാൻഡേർഡ് അവർ കാണിച്ചു.